നമസ്കാരം. പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു. സ്തുതി പാടിയവർ വിമർശകരായി. കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു. കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്. പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസുകാരനാണ്. ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട ഏക പോസ്റ്റിലെ വരികളാണ്. രാഹുൽ ഗാന്ധിയുടെ ചിത്രം ഉൾപ്പെടുത്തി രാഹുലിനെ എന്ന പോലെ പറഞ്ഞെങ്കിലും മാങ്കൂട്ടത്തിൽ ഉദ്ദേശിച്ചത് സ്വന്തം കാര്യം കൂടിയാണെന്ന് വേണം മനസ്സിലാക്കാൻ. ധാർമ്മികത കൊണ്ട് മാത്രം സംഘടനാ പദവി ഒഴിഞ്ഞ രാഹുലിനെ ഇന്ന് പാർട്ടി കൈവിട്ടു. പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും MLA സ്ഥാനം സേഫാണ്. MLAക്കുള്ള നിയമപരിരക്ഷ അടക്കമുള്ളതിനാൽ തൽക്കാലം വലിയ തട്ടുകേടില്ല. പാർട്ടിയിൽ ബാധകമായ ധാർമ്മികത പാലക്കാട്ടുകാരോട് കാണിക്കേണ്ടതില്ലെന്ന് ചുരുക്കം. സത്യത്തിൽ കോൺഗ്രസിന് പേടി ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്നതാണെന്നാണ് നാട്ടിലെ സംസാരം. കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുന്ന പാലക്കാട് സീറ്റിൽ ഒരു റിസ്ക് എടുക്കാൻ തൽക്കാലം കോൺഗ്രസ് ഇല്ല എന്ന് തന്നെ. പരാതിയില്ല എന്ന ഒറ്റ പോയിന്റിലാണ് ഇപ്പോൾ നേതാക്കളെല്ലാം പിടിച്ചു തൂങ്ങുന്നത്. മറ്റ് പാർട്ടികൾ എന്ത് ചെയ്തു എന്നൊരു സബ് ക്വസ്റ്റ്യനുമുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് എന്ന ഉമ്മാക്കി കാണിച്ചപ്പോൾ മുതിർന്ന നേതാക്കൾ ഒന്ന് ഒതുങ്ങിയെങ്കിലും ആത്മാഭിമാനമുള്ള കുറച്ച് സ്ത്രീകൾ ആ പാർട്ടിയിൽ ഇപ്പോഴുമുണ്ട്. അവരുടെ പ്രതിഷേധത്തെ രാഹുൽ ആർമി തെറി പറഞ്ഞ് ഒതുക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. നല്ല ഒന്നാന്തരം അസഭ്യം പറച്ചിൽ സ്ഥിരമായി ചെയ്യുന്നതാണ് പാർട്ടിക്ക് പ്രതിരോധം തീർക്കാൻ. ഇത്തവണ അതേ പാർട്ടിയിലെ നേതാക്കൾക്കും അത് തന്നെ കിട്ടുന്നു. വെട്ടുകിളിക്കൂട്ടത്തിന് എന്ത് പാർട്ടി, എന്ത് നേതാക്കൾ. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അവന്തികയുടെ വെളിപ്പെടുത്തൽ പുറത്തെത്തിച്ച ന്യൂസ് 18 സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡാൻ കുര്യനെതിരെയും കടുത്ത സൈബർ ആക്രമണമാണ്. ഒറ്റ കാര്യം മാത്രം പറയട്ടെ, എത്ര ശ്രമിച്ചാലും യാഥാർത്ഥ്യം ഒളിച്ചു വെക്കാനാവില്ല. അത് പുറത്ത് വരിക തന്നെ ചെയ്യും, എത്ര തെറി വിളിച്ചാലും അസഭ്യം പറഞ്ഞാലും. ആദ്യം നമുക്ക് ന്യൂസ് at 9 പ്രധാന തലക്കെട്ടുകൾ നോക്കാം. വിവാദ കൊടുങ്കാറ്റിനൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്ത് കോൺഗ്രസ്. MLA സ്ഥാനത്ത് തുടരും. നിയമപരമായ പരാതിയില്ലെന്ന് ന്യായീകരണം. കൂടുതലൊന്നും പറയാനില്ലെന്ന് ഷാഫി പറമ്പിൽ. രാഹുൽ നിയമസഭയിൽ വന്നാൽ കാണാമെന്ന് MV ഗോവിന്ദൻ. രാജിക്കായി വ്യാപക പ്രതിഷേധം. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട വനിതാ നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണം. നിലപാടിൽ മാറ്റമില്ലെന്ന് ഉമാ തോമസ്. പിന്നിൽ ഷാഫി പറമ്പിലെന്ന് DYFI. കോൺഗ്രസിലെ പുരുഷ നേതാക്കൾക്കെല്ലാം ഹൂ കെയർസ് ആറ്റിറ്റ്യൂഡ് എന്ന ആർ ബിന്ദു. MR അജിത് കുമാറിനായി സർക്കാരിന്റെ അസാധാരണ പ്രതിരോധം. മുൻ DGPയുടെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് തിരിച്ചയച്ചു. റവാഡ ചന്ദ്രശേഖറിനോട് വീണ്ടും അഭിപ്രായം തേടി. റിപ്പോർട്ട് മടക്കിയത് ദൗർഭാഗ്യകരമെന്ന് K മുരളീധരൻ. ധർമ്മസ്ഥല കേസിൽ ഗുരുതര ആരോപണവുമായി ആക്ഷൻ കമ്മിറ്റി. SIT അന്വേഷണം പ്രതികളിലേക്ക് എത്തുമെന്നായതോടെ അട്ടിമറിക്കാൻ ശ്രമം. പുതിയ പരാതികൾ വരുന്നത് തടയാൻ ഭീഷണിപ്പെടുത്തുന്നുവെന്നും ആക്ഷൻ കമ്മിറ്റി. ചേർത്തലയിൽ അച്ഛന് മകന്റെ ക്രൂരമർദ്ദനം. കഴുത്ത് ഞെരിച്ച് തലക്കടിച്ചു. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം. രാമനാട്ടുകരയിൽ 15-കാരിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയ കേസിൽ പ്രതി പിടിയിൽ. രാഹുൽ തൽക്കാലം പാർട്ടിക്ക് പുറത്ത്. യുവതികളുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ നടപടി തൽക്കാലം പാർട്ടി ഒരു സസ്പെൻഷനിൽ ഒതുക്കുന്നു. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ രാഹുൽ MLA സ്ഥാനത്ത് തുടരും. പാർട്ടിക്ക് മുന്നിലോ പോലീസിന് മുന്നിലോ പരാതിയില്ല എന്ന ന്യായീകരണമാണ് നടപടി വിശദീകരിച്ച KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും മാധ്യമങ്ങളെ കണ്ട VD സതീശനും അടൂർ പ്രകാശും നിരത്തുന്നത്. സമാന ആരോപണം നേരിട്ട നേതാക്കൾക്കെതിരെ എന്ത് നടപടി CPM-ഉം BJP-യും ഒക്കെ കൈക്കൊണ്ടു എന്ന വാദം കൂടി കോൺഗ്രസ് നേതാക്കൾ ഉയർത്തി പ്രതിരോധിക്കാൻ നോക്കുന്നു. ആദ്യം അവരുടെ വാക്കുകളിലേക്ക്. കോൺഗ്രസ് പാർട്ടി നേതൃത്വം ആലോചിച്ച് സമചിത്തതയോടെ ആലോചിച്ച് എല്ലാവരും
ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം. അത് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തന്നെ അറിയിക്കുകയാണ്. രാഹുലിനെയും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇതിനെ സസ്പെൻഡ് ചെയ്യും. അതുവഴി തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗവും അദ്ദേഹത്തിന് ഇപ്പോൾ തുടർന്ന് ലഭ്യമല്ല എന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട്. പാലക്കാട്ടെ സായരൻ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒരു പരാതിയും വന്നിട്ടില്ല. കേരളത്തിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. ഞങ്ങളെ ഉപദേശിക്കുന്ന ആളുകൾ എന്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. പേര് വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും കേരളം ഭരിക്കുന്ന പാർട്ടിക്കും രണ്ട് സ്ഥലത്തും പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയോട് അത് ഉപദേശിക്കാനുള്ള യാതൊരു ധാർമ്മികതയുമില്ല. അല്ല, സസ്പെൻഷൻ എന്ന് പറയുന്ന നടപടിയെ കുറിച്ച് പറയേണ്ടത് ആരാ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് കൂട്ടായി ആലോചിച്ചുകൊണ്ട് അത് KPCCയുടെ പ്രസിഡന്റ് തന്നെ അതിനെതിരെ പ്രതികരിക്കും. അതല്ലാതെ ഞാൻ ഒരു ആളിനെ സസ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നാളെ അത് ഉണ്ടാകാൻ പാടില്ല എന്നൊന്നും ഏക അഭിപ്രായം പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. തീരുമാനം നല്ലതോ ചീത്തയോ അതൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. അത് കേസുകാരൻ്റെ ഒരാളല്ല. അതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനം എന്താണോ ആ തീരുമാനത്തിനും എൻ്റെ തീരുമാനം. അതൊക്കെ സംഭവിക്കാൻ പോകുന്ന എന്താ പറയുക കോൺസിക്വൻസസിൻ്റെ അതിനോട് അനുബന്ധമായി നിൽക്കുന്ന ഒരു ഘടകമാണ്. പ്രശ്നത്തിൻ്റെ ഗൗരവം അനുസരിച്ചാണ് ഒരു നടപടിയുടെ കരുത്ത്. ഒരു നടപടി എടുക്കുന്നത് എന്താണ് അതിൻ്റെ കാരണം, ആ കാരണത്തെ വിലയിരുത്തിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇത് കാര്യമായ പ്രശ്നമാണ്. പാർട്ടി ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് എല്ലാ നേതാക്കന്മാരും പരസ്പരം ചർച്ച നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചു. എന്നിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ആ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് സമൂഹം വിലയിരുത്തിയിട്ടുണ്ട്. വനിതകൾക്ക് അവകാശമില്ലേ? അത് പറഞ്ഞോട്ടെ. ഞാനത് കൃത്യമായിട്ട് കണ്ടിട്ടില്ല. മൂന്നാം ഘട്ട നടപടിയും സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ നിന്നുണ്ടാവും. ഇതിപ്പോൾ ഒന്നാം ഘട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു. രണ്ടാം ഘട്ടം എന്നുള്ള നിലയിലാണ് സസ്പെൻഷൻ. ഇനി കൂടുതൽ പരാതികൾ ഉണ്ടാവുകയും തെളിവുകൾ പുറത്തു വരികയും ചെയ്താൽ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കും. അക്കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം ഇത്രയും നടപടികളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും മുമ്പ് ചെയ്തിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. കാരണം പാലക്കാട്ടെ മത്സരം UDFും BJP ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു പരാജയ ഭീതി ഞങ്ങൾക്കില്ല. പക്ഷേ ഇവിടെ ബൈ ഇലക്ഷൻ അല്ല ചർച്ച. ഓരോ MLAക്കെതിരായി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടിക്ക് അത് വെറുതെ നോക്കിയിരിക്കാൻ സാധ്യമല്ല. അതിന്റെ ഭാഗമായിട്ടാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ഈ വന്ന ഓഡിയോന്റെ ഒക്കെ ആധികാരികത കൂടെ അറിയണം. ഇക്കാര്യത്തിൽ മാങ്കൂട്ടത്തിന്റെ നിലപാടും നേരിട്ട് വരെ പാർട്ടി വിശദീകരണം കിട്ടിയിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് അതും കൂടെ നൽകാനുള്ള സമയമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ സസ്പെൻഷൻ എന്നുള്ളതൊരു സ്ഥിര ഏർപ്പാടല്ല. കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകാൻ പാർട്ടിക്ക് മടിയില്ല എന്നതിന്റെ സൂചനയാണ്. എന്തുകൊണ്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷൻ എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തി? ഡാൻ കുര്യൻ വിശദീകരിക്കും. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിലാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ ഒടുവിൽ പാർട്ടി തല നടപടിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരിക്കുന്നത്. ആദ്യഘട്ട നടപടി എന്ന വണ്ണം റിനി എന്ന നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ 24 മണിക്കൂറിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റി നിർത്തിയിരുന്നു. പക്ഷേ അപ്പോൾ മൗനം തുടർന്ന രാഹുൽ പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് റിനി തന്റെ സുഹൃത്താണെന്നും അങ്ങനെ ഒരു വിമർശനം തന്നെ ഉദ്ദേശിച്ച് റിനി നടത്തുമെന്ന് കരുതുന്നില്ലെന്നുമായിരുന്നു പ്രതികരണം. അതിനു പിന്നാലെ യുവതിയെ ഗർഭചിത്രം നടത്താൻ ഭീഷണിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഓഡിയോ സന്ദേശം കൂടി പുറത്തായതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നില പാർട്ടിയിൽ കൂടുതൽ പരുങ്ങലിലായത്. ഒരു തരത്തിലുള്ള പരാതിയും നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലോ പാർട്ടിക്ക് മുമ്പിലോ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവരും ആവർത്തിക്കുമ്പോഴും
പാർട്ടിയെ മുഴുവൻ പിടിച്ചുലച്ച വിവാദത്തിനൊടുവിൽ മൗനം വെടിഞ്ഞ് വനിതാ നേതാക്കളടക്കം പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയതോടെയാണ് നടപടിയെടുക്കുക എന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപിൽ അനിവാര്യതയായി മാറിയത്. അതിന്റെ ഭാഗമായാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് നേതൃത്വം കടന്നത്. ഇതിലൂടെ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഒഴിവാക്കിക്കൊണ്ട് പാർട്ടി നടപടി ഉറപ്പുവരുത്തി എന്നൊരു ആശ്വാസം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് എങ്കിലും ഇപ്പോഴും ഉത്തരം പറയേണ്ട രണ്ട് ചോദ്യങ്ങൾ ബാക്കിയാകുകയാണ് രാഹുലിനും പാർട്ടിക്ക് മുമ്പിൽ. അതായത് സമാനമായ തരത്തിൽ മറ്റ് തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ നടപടികളിലേക്കൊന്നും ഒരു സ്ഥലങ്ങളിലും എങ്ങും പരാതി രജിസ്റ്റർ ചെയ്യുകയോ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങുകയോ ഒന്നും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ ആരോപണങ്ങളുടെ പേരിൽ രാഹുലിനെ രാജിവെപ്പിക്കുന്ന തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചതിന് പിന്നാലെ ഈ ആരോപണങ്ങളുടെ പേരിൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തിയത് എന്ന ചോദ്യത്തിന് നേതൃത്വവും രാഹുലും കൃത്യമായ വിശദീകരണം നൽകേണ്ടി വരും. എന്തായാലും ഉണ്ടായ വിവാദങ്ങളിൽ തൽക്കാലത്തേക്കെങ്കിലും പാർട്ടിക്ക് ഇപ്പോഴുണ്ടായ നടപടികൾ കൊണ്ട് പ്രതിരോധം തീർക്കാൻ ഈ തീരുമാനങ്ങൾ കൊണ്ട് കഴിയും. പക്ഷേ ഇനിയും ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ ഇതായിരിക്കില്ല നടപടിയെന്ന സൂചന നൽകുന്ന പ്രതികരണങ്ങളുമായാണ് മുതിർന്ന നേതാക്കൾ ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ടതും. രാഹുലിനെ പാർട്ടിക്കകത്ത് സംരക്ഷിക്കുന്ന രാഹുലിന്റെ ഏറ്റവും ഉറ്റ ചങ്ങാതിയായ ഷാഫിക്ക് എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ എന്നതായിരുന്നു ഇന്നത്തെ ദിവസത്തെ മറ്റൊരു ഉദ്വേഗം. ഈ നടപടി സംബന്ധിച്ച് KPCC പ്രസിഡന്റ് വിശദീകരിച്ചെന്നും കൂടുതൽ ഒന്നും പറയാനില്ലെന്നും പറഞ്ഞ് ഷാഫി പറമ്പിൽ ഒഴിഞ്ഞു. ആരോപണം ഉന്നയിക്കുന്ന MP രാജേഷ് ആത്മവിമർശനം നടത്തണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. പാർട്ടി തീരുമാനം പാർട്ടി പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി ജനങ്ങളെയൊക്കെ അറിയിച്ചു കഴിഞ്ഞു. അതെല്ലാവർക്കും ബാധകമാണ്. ശക്തമായിട്ടുള്ള തീരുമാനമാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. അത് കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും നേതാവിനും ബാധകമാണ്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറഞ്ഞതിന്റെ മേലെ കൂടുതലൊന്നും പറയേണ്ടതായിട്ടില്ല. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ട് എല്ലാ തീരുമാനങ്ങളും കൃത്യമായിട്ട് വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അതിൽ കൂടുതൽ ഞാൻ ഒന്നും പറയേണ്ടതായിട്ടുണ്ടെന്ന് കരുതുന്നില്ല. പാർട്ടി ധാർമ്മികത ഉയർത്തിയെടുത്ത തീരുമാനമെന്നായിരുന്നു T. സിദ്ദിഖിന്റെ പ്രതികരണം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നടപടിയെടുത്തുവെന്നും സിദ്ദിഖ് അവകാശപ്പെട്ടു. ഇത്രയും ചെറിയ സമയത്തിനകം ഒരു കമ്മിറ്റിയെ പോലും വെക്കേണ്ട ആവശ്യകതയില്ല എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെ വളരെ കൃത്യതയോടുകൂടി കേരളത്തിലെ പൊതുസമൂഹത്തെയും സ്ത്രീ സമൂഹത്തെയും ഉയർന്ന ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനമാണ് ഈ സസ്പെൻഷൻ എന്നുള്ളത്. ഈ സസ്പെൻഷൻ കേരളത്തിലെ പൊതുസമൂഹത്തിനോട് സ്ത്രീ സമൂഹത്തോട് പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന സമീപനം എത്രത്തോളം വലുതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതും വ്യക്തമാക്കുന്നതുമായ ഒരു നടപടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന നിലപാടിൽ പക്ഷേ ഉറച്ചു നിൽക്കുകയാണ് CPM-ഉം BJP-യും. കോൺഗ്രസിനകത്തെ ജീർണതയെപ്പറ്റി രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. രാഹുൽ നിയമസഭയിൽ വന്നാൽ അപ്പോൾ കാണാമെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. CPM നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഇത്ര ജീർണമായ ഒരു അധ്യായം ഇന്നേ വരെ, ആ കോൺഗ്രസ് രൂപം കണ്ടതിന് ശേഷം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു കാര്യത്തെപ്പറ്റി താരതമ്യം ചെയ്യേണ്ട. താരതമ്യം ചെയ്യാൻ ചിലർക്ക് താല്പര്യം ഉണ്ടാകുന്നത് ചില ആളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സംരക്ഷിക്കാൻ പുറപ്പെടേണ്ട. നിങ്ങൾ മാധ്യമങ്ങൾക്കൊന്നും ഇതൊന്നും സംരക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ ആര് വിചാരിച്ചാലും സംരക്ഷിക്കാൻ പറ്റില്ല. ചില ആളുകൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ അവർക്കൊന്നും സാധിച്ചിട്ടില്ല. ഇനിയോട്ട് സാധിക്കുകയും ചെയ്യില്ല. ഇത് പെരുമഴ പോലെ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറെ ആരുടേതൊക്കെ വരുമെന്ന് കാത്തിരുന്ന് കാണാം. ജീർണമായിരിക്കുകയാണ്. കാരണം ഭയാണ്. ഇവർ ഓരോരുത്തരെ പറ്റിയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നും പുറത്തു വരും. അത് ഭയപ്പെട്ടില്ല. അതുകൊണ്ട് ഈ രാഹുൽ മാക്കൂട്ടത്തിന് ഇതെല്ലാം അറിയാം. ഉറപ്പായിട്ട് വെക്കണം എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെയാണ് CPI. കോൺഗ്രസിന്റെ ജീർണമായ മുഖം ഇനി രാജിവെച്ചാലും രാജിവെച്ചില്ലെങ്കിലും സസ്പെൻഷൻ ആയാലും സസ്പെൻഷൻ ആയിട്ടില്ലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട്, വേണുഗോപാലിന്റെ ഭാര്യയ്ക്കുൾപ്പെടെ. കോൺഗ്രസിന്റെ തീരുമാനം ഒരു ഒത്തുതീർപ്പായിട്ട് മാത്രമേ കണക്കാക്കാനാവൂ. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിന് പോലും പറ്റാത്ത ഒരാളെ MLA ആയിട്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത്? അത് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കണം. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് അവർ നടപടിയെടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. പ്രാഥമിക അംഗത്വത്തിന് യോഗ്യനല്ലാത്ത ഒരാളെ പാലക്കാട്ടെ ജനങ്ങളുടെ മേൽ MLA ആയി അടിച്ചേൽപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത്
എന്ത് ന്യായമാണ്? അപ്പോൾ കോൺഗ്രസ് നേതൃത്വം MLA-യുമായി ഒത്തുകളിച്ചിരിക്കുകയാണ്. MLA സ്ഥാനത്ത് തുടരാൻ ഉള്ള സൗകര്യമൊരുക്കിയിരിക്കുന്നു. പേരിനൊരു പാർട്ടി നടപടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒത്തുകളി ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇപ്പോൾ എത്രമാത്രം ഭീകരമായിട്ടാണ് ആ പാർട്ടിയിലെ തന്നെ നേതാക്കന്മാരായ വനിതകളെ അതേ പാർട്ടിയിലെ തന്നെ ആളുകൾ സൈബർ ഇടങ്ങളിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ചേർത്ത് പിടിച്ച് ഇതിനെല്ലാം സംരക്ഷിച്ച ആളുകൾ ഇപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത് കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ ഒരു ജീർണമായ അവസ്ഥയെ പ്രകടിപ്പിക്കുന്നതാണ്. അത് കേരളീയ സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഈ ഘട്ടത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഇപ്പോൾ ഏത് നടപടിയിലേക്ക് വന്നാലും യഥാർത്ഥത്തിൽ ഉത്തരം പറയേണ്ട നേതൃത്വമാണ്. ഇത്രയും ഗൗരവമായ പരാതികൾ പലതരത്തിലും നിന്ന് ലഭിക്കുകയും അവർക്കെല്ലാം അതിനകത്ത് അറിയാവുകയും ചെയ്തിട്ടും കുറെ കൂടി ഇരകളെ സൃഷ്ടിക്കുന്ന രൂപത്തിൽ അവസരങ്ങൾ നൽകിയവരാണ് സമൂഹത്തോട് മറുപടി പറയേണ്ടത്. അത് തീരുമാനിക്കേണ്ടത് ആ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് ഇങ്ങനൊരു ഇഷ്യൂവിൽ എനിക്ക് വ്യക്തിപരമായ യാതൊരു ഔപചാരികതയില്ല. ഒരു ചെറുപ്പക്കാരനാണ്, വളർന്നു വന്നതാണ്. പക്ഷെ ഞാൻ പറയുന്നു, അയാൾ ബുദ്ധിമാനാണെങ്കിൽ അയാൾ രാജിവെക്കണം. അയാളൊരു ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരാണെങ്കിൽ ഇപ്പോൾ രാജിവെച്ച് എന്താ അയാൾ ചെയ്യേണ്ടത്? അയാളുടെ ജന്മരാജ്യത്വം തെളിയിക്കണം. അപ്പോൾ അയാളുടെ ഗ്രേസ് കൂടും. അയാളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാരാണ് ഇയാൾ രാജിവെക്കാൻ പാടില്ല. അതിൻ്റെ ഭാഗമായിട്ട് അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒരു ഭാഗത്തുള്ള രാജിവെക്കണമെന്ന് പറയുന്നു. അയാളെ കൈകാര്യം ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ വെട്ടുകാൽ വീഴ്ത്തിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ആ സുഹൃത്തിനോട് പറയാനുള്ളത്, രാജിവെച്ച് ധാർമ്മിക തെളിയിക്കുക. പാലക്കാട് ആര് ജയിക്കുന്നത് രണ്ടാമത്തെ കാര്യം, അത് പിന്നെ നോക്കാം. രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്ന് വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. രാജി വയ്ക്കണ്ട എന്നുള്ള ഉറപ്പ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു പ്രബല ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരുകളാണ്. സ്വന്തം പാർട്ടിയിലെ വനിതകൾക്കെതിരെ പോലും സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉമാ തോമസിനെതിരെ കടുത്ത ഭാഷയിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അവരെപ്പറ്റി പറഞ്ഞത് തള്ള വീണപ്പോൾ ചത്താൽ മതിയായിരുന്നു എന്ന തരത്തിലാണ് കോൺഗ്രസ് സൈബർ കൂട്ടം ആക്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച രൂപമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. കോൺഗ്രസ് ഭയപ്പെടുന്ന പല കാര്യങ്ങളും രാഹുലിൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ടാണ് അയാളെ രാജിവെക്കാൻ മടിച്ചു നിൽക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഒരു പാർട്ടി തീരുമാനിക്കുന്നില്ലെങ്കിൽ ഇത്രയും വലിയ പ്രതിഷേധം വന്നിരിക്കുന്നു, ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു. രാഹുലിന്റെ ബ്ലാക്ക് മെയിലിംഗ് കാരണമാണ് രാജിവെക്കണമെന്ന നിലപാടിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ പിൻവാങ്ങിയതെന്നാണ് BJP ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം. മുതിർന്ന നേതാക്കളുടെ പല കഥകളും രാഹുലിന്റെ കയ്യിലുണ്ട്. രാഹുൽ രാജിവെക്കും വരെ പ്രക്ഷോഭം നടത്തുമെന്ന് C കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞു. പല KPCC നേതാക്കന്മാരുടെയും പല കഥകളും രാഹുലിന്റെ കയ്യിലുണ്ട്. ആ കഥകൾ പുറത്തുവിടുന്നുള്ള രാഹുലിന്റെ ഭീഷണിക്ക് മുന്നിൽ KPCCയുടെ നേതാക്കന്മാർ വഴങ്ങിയിരിക്കുക. 2 ഉപതെരഞ്ഞെടുപ്പ് പേടി. 2 പേടിയാണ് ഇന്ന് കോൺഗ്രസിനെ ബാധിച്ചിട്ടുള്ളത്. ഉപതെരഞ്ഞെടുപ്പ് പേടി. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പ്രത്യേകിച്ച് പാലക്കാട് വോട്ടർമാരെ പരിഹസിക്കുന്നതിനും വെല്ലുവിളിക്കുന്നതിനും തുല്യമാണ് കോൺഗ്രസിൻ്റെ ഈ നടപടി. ഒരു കാര്യം ഞങ്ങൾ ചോദിക്കാനുള്ളത്, പാർട്ടിക്ക് വേണ്ടാത്ത ഒരാളെ പൊതുസമൂഹത്തിന് തലയിൽ കെട്ടിവെക്കുന്നതിൻ്റെ ധാർമ്മികത എന്താണെന്ന് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കണം. സത്യത്തിൽ രാഹുൽ തന്നെ രചിച്ച ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ ഈ രാഷ്ട്രീയ തട്ടിപ്പ് മനസ്സിലാക്കാൻ കേരളത്തിൽ ജനങ്ങൾക്ക് സാധിക്കും, പാലക്കാട് വോട്ടർമാർക്ക് സാധിക്കും. അത് പേര് പറയാ, അപ്പൊ ആൾക്കാർക്കും തോന്നല്ലോ, ഓഹ് എന്തൊരു സ്നേഹമുള്ളവര്, കാരണം ഇവിടെ പൈസ ഇനിയും ചെലവാവും, അങ്ങനെ എങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പൊ ജനങ്ങൾക്കൊരു വിശ്വാസം വരുമല്ലോ അക്കാര്യത്തിൽ. അതിനുവേണ്ടി മാത്രം പറയണം, അതുകൊണ്ടൊന്നുമല്ല. അവന്തികയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ വിവരങ്ങൾ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ വളരെ കൃത്യമായി തന്നെ അതിനകത്ത് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇനി അതിനകത്ത് എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തെളിവ് പുള്ളിയുടെ കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പുള്ളി പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് വരട്ടെ. നാളെ പുള്ളിയുടെ
നമ്മൾ ഒരു പത്രമാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ പാടില്ല. എന്തേലും എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലും എന്തേലുമൊക്കെ ചായ കണ്ട് അതൊക്കെ ആരെങ്കിലുമൊക്കെ സംശയങ്ങൾ പറഞ്ഞാൽ അതിനൊക്കെ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം അത് മറ്റുള്ള ആളുകൾക്കല്ല. അപ്പോൾ അതിനകത്തോട്ട് കൂടുതൽ നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ വിഷയങ്ങളിലോട്ട് പോകും. അതുകൊണ്ട് എൻ്റെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാനതിന് പറയുന്നില്ല. ഇങ്ങനെ പ്രതികരണങ്ങൾ കൊണ്ട് സജീവമായിരുന്നു ഈ ദിവസം. അപ്പോഴും പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടാണ് സസ്പെൻഷൻ നടപടിയിലേക്ക് ഒതുക്കിയത് കോൺഗ്രസ് ഈ തീരുമാനത്തെ? ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന ആശങ്കയാണോ? ഇങ്ങനെയൊരു ചോദ്യം പ്രധാനമായി ഉന്നയിക്കപ്പെട്ടു ഈ ദിവസം. അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിക്കും ആർ കിരൺ ബാബു. എന്തുകൊണ്ടാണ് സസ്പെൻഷനിൽ കോൺഗ്രസ് ഈ നടപടി ഒതുക്കിയത്? കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ട് പാലക്കാട് MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാജി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്തിൽ നടക്കം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോഴും MLA സ്ഥാനത്ത് നിന്ന് രാജി ആവശ്യപ്പെടുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രാഹുൽ ഇപ്പോൾ രാജിവെക്കുന്നതല്ല, അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള ഭയം തന്നെയാണ്. 6 മാസത്തിൽ കാലാവധി ഉണ്ടെങ്കിൽ സാങ്കേതികമായി ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമില്ല. അത്തരം ഒരു നീക്കം BJP കൂടി താല്പര്യമുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട്. BJPയും കോൺഗ്രസും CPMഉം ഒരേപോലെ തന്നെ ജയസാധ്യതയുള്ള 3-ൽ ഏത് പാർട്ടിയും ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലം. BJPക്ക് അത്ര ഒരു താല്പര്യമുള്ളതുകൊണ്ട് തന്നെ BJPയുടെ താല്പര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കുകയും അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിക്കാനുമുള്ള സാധ്യത കോൺഗ്രസ് മുൻകൂട്ടി കാണുന്നുണ്ട്. സാധാരണഗതിയിൽ ഇനി ഇത്രയും കാലം മാത്രമേ ഉള്ള ഒരു സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം BJPക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ CPM ജയിച്ചാലും BJP ജയിച്ചാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിടുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാവും. BJP ജയിച്ചാൽ കോൺഗ്രസിന്റെ പക്കലുണ്ടായിരുന്ന ഒരു സീറ്റ് കൊണ്ട് BJPക്ക് കൊടുത്തു എന്നുള്ള ആക്ഷേപത്തിലേക്ക് വരും. ഇനി അതല്ല LDF ആണ് ജയിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും LDF 3ാം വട്ടം ഭരണത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാവും. നിലവിൽ കോൺഗ്രസിന് ഒരു ചെറിയ എഡ്ജുണ്ട്. നിലമ്പൂർ അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ജയം, അതിനു മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെ ജയം, അതോടൊപ്പം തന്നെ ലോക്സഭയിലെ മികച്ച പെർഫോമൻസ്. ഈ ടെമ്പോയിൽ നിന്ന് മാറി കോൺഗ്രസ് പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ഈ ഒരു മണ്ഡലത്തിൽ മാത്രമല്ല 140 മണ്ഡലങ്ങളിലെയും ജയസാധ്യതയെ ബാധിക്കുന്ന ഒന്നാണെന്ന് കോൺഗ്രസ് മുൻകൂട്ടി കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയം തുടർച്ചയായി ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റൊന്നുകൂടി കാണുന്നുണ്ട്. മുമ്പ് സമാന അവസ്ഥയിൽ കേസുകൾ നേരിടേണ്ടി വന്ന ഇടതു നേതാക്കൾ ഇതുപോലെ ജനപ്രതിനിധി സ്ഥാനം രാജിവെച്ചിട്ടില്ല. ഈ വിഷയം ഉന്നയിച്ചു തന്നെ നിലനിൽക്കാം എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കളിൽ പലരും രാജിയിലേക്ക് അടക്കം നീങ്ങാം എന്ന് ആദ്യഘട്ടത്തിൽ ചിന്തിച്ചുവെങ്കിലും പിന്നീട് അത്തരമൊരു നീക്കത്തിലേക്ക് പോകുന്നതിലെ അപകടം കോൺഗ്രസ് തിരിച്ചറിഞ്ഞത്. അവിടെ ജയിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസത്തോടുകൂടി കോൺഗ്രസിന് പോകാൻ കഴിയില്ല. കഴിഞ്ഞ തവണ അങ്ങനെ ഒരു ജയമുണ്ടായെങ്കിൽ ഷാഫി പറമ്പിലിനെ പോലെ ജനകീയനായ ഒരു MLA, ഷാഫി പറമ്പിലിന്റെ സ്വന്തം കാൻഡിഡേറ്റായി ഷാഫി പറമ്പിലിന്റെ വിശ്വാസ്യതയുടെ കൂടി വിജയമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടായ മികച്ച ഭൂരിപക്ഷം. ഇത്തവണ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്നതിനുള്ള പ്രയാസം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നു വന്ന വലിയ വിവാദങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കൊണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ജയത്തിനും പരാജയത്തിനുമുള്ള സാധ്യതകൾ തുല്യമായി തന്നെ കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. ഇതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പലതരത്തിൽ ഉയരുമ്പോഴും ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയൊക്കെ ഒരു രാജി എന്നുള്ള നിലപാടിലേക്ക് പോകണമെന്ന് ചില നേതാക്കളൊക്കെ വാദിക്കുമ്പോഴും അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോഴും പ്രതികരിക്കുന്ന ചില വനിതാ നേതാക്കൾ കോൺഗ്രസിലുണ്ട്. അവർക്കെതിരെ വലിയ സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട കോൺഗ്രസ് വനിതാ നേതാക്കൾക്കെതിരെ വ്യാപക സൈബർ ആക്രമണം. ഉമാ തോമസ് MLAയ്ക്ക് പുറമെ VD സതീശൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെയും കടുത്ത ആക്രമണം നടക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അവന്തികയുടെ വെളിപ്പെടുത്തൽ പുറത്തെത്തിച്ച ന്യൂസ് 18 സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡാൻ കുര്യനെതിരെയും രാഹുൽ അനുകൂലികളുടെ സൈബർ ആക്രമണം തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ച് പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന നിലപാടെടുത്ത കോൺഗ്രസ് വനിതാ നേതാക്കളായ ഉമാ തോമസ്, ബിന്ദു കൃഷ്ണ, RMP നേതാവ് KK രമ, മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് താര ടോജോ അലക്സ്, KC വേണുഗോപാലിന്റെ ഭാര്യ K ആശ, ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന രക്ഷാധികാരി അരുണിമ M കുറുപ്പ് എന്നിവർക്കെതിരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സൈബർ പോരാളികൾ കടന്നാക്രമണം തുടരുന്നത്. എന്നാൽ ആക്രമണം ശക്തമായതോടെ KC വേണുഗോപാലിന്റെ ഭാര്യ ആശ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. എന്നാൽ രാഹുൽ രാജിവെക്കണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് ഉമാ തോമസ് ആവർത്തിച്ചു.
തനിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്നത് സൈബർ ആക്രമണമായി കാണുന്നില്ലെന്നും ഉമാ തോമസ് പ്രതികരിച്ചു. എനിക്ക് സ്വതന്ത്രമായിട്ട് എന്ത് പറയാനുണ്ടോ അതുപോലെ എല്ലാവർക്കും ആ സ്വാതന്ത്ര്യം, അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. നമ്മൾക്ക് എന്ത് പറയാനുണ്ടോ അത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. എന്തായാലും ആ വ്യക്തിഹത്യോ എന്താ ആവട്ടെ, ഞാൻ അതൊന്നും വായിക്കാനേ പോയിട്ടില്ല. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എന്നും ഉറച്ചു നിൽക്കുന്നു എന്റെ അഭിപ്രായം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ തുടങ്ങിയവർക്കെതിരെയും അധിക്ഷേപ പരാമർശങ്ങൾ സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനേക്കാൾ കടന്നാക്രമണം നടത്തിയത് പ്രതിപക്ഷ നേതാവാണെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ വിമർശനം. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അവന്തികയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് രാഹുൽ കഴിഞ്ഞ ദിവസം ആരോപിച്ച ന്യൂസ് 18 പ്രതിനിധി ഡാൻ കുര്യനെതിരെയും സൈബർ ഇടത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ സൈബർ ആക്രമണമാണ്. ഗൂഢാലോചന തെളിയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകണമെന്നാണ് ന്യൂസ് 18 പ്രതിനിധി ഡാൻ കുര്യന് പറയാനുള്ളത്. ഞാൻ തിരിച്ച് രാഹുലിനോട് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുള്ളതിന്റെ എന്തെങ്കിലും തെളിവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്കലുണ്ടെങ്കിൽ ഇന്നലെ മാധ്യമങ്ങളെ വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ വിശദീകരിച്ച പോലെ ബാക്കി കാര്യങ്ങളുടെ പുറത്തുവിടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. അതോടൊപ്പം അവന്തിക പറഞ്ഞ ഒരു കാര്യമുണ്ട്, ടെലിഗ്രാം ചാറ്റ് കൂടി പുറത്തുവിടണം രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ അത് പുറത്തുവിടാൻ തയ്യാറായില്ലെങ്കിൽ മറ്റു വഴി അതുകൂടി പുറത്തു വരും. അപ്പോൾ താങ്കളുടെ നില കൂടുതൽ പരുങ്ങലിലാകും. അതിനു മുമ്പ് താങ്കൾ തന്നെയാണ് അതിൽ വിശദീകരണം നൽകേണ്ടത്. ഇങ്ങനെ സൈബർ പടയാളികളെ വെച്ചുകൊണ്ട് കടന്നാക്രമണം നടത്തിയാലൊന്നും പേടിച്ച് ഈ ജോലിയിൽ നിന്നും പിന്മാറുന്നവരല്ല ഞങ്ങൾ ആരും. അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനിടെ സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത് ഷാഫി പറമ്പിലാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. ഉമാ തോമസിനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന വെർബൽ റേപ്പിംഗ്, ഈ വെട്ടുകളിക്കൂട്ടത്തിന്റെ സൈബർ ആക്രമണത്തെ ഡിവൈഎഫ്ഐ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇതിന്റെ പിന്നിൽ ഷാഫി പറമ്പിൽ എംപിയാണ്. ഷാഫിയാണ് ഈ സംഘത്തെ മുഴുവൻ ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. സൈബർ ആക്രമണം തുടരുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് കോൺഗ്രസ് നേതൃത്വം. ന്യൂസ് 18 തിരുവനന്തപുരം. ഉമാ തോമസിനെതിരായ സൈബർ ആക്രമണത്തിനെതിരെ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവർ. ഉമാ തോമസിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ സൈബർ ഇടങ്ങളിലെ മുഖമില്ലാത്ത ഗുണ്ടകൾ ശ്രമിക്കുന്നതിനെ ഗൗരവമായി കാണണമെന്ന് അലോഷ്യസ് പറഞ്ഞു. നിയമ നടപടികൾ ഉൾപ്പെടെ സ്വീകരിച്ച് മുന്നോട്ടു പോകണമെന്നും അലോഷ്യസ് സേവ്യർ ആവശ്യപ്പെട്ടു. സൈബർ ആക്രമണത്തോട് ഉമാ തോമസ് ആർജവത്തോടെ പ്രതികരിച്ചു എന്നായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം. കൂട്ടത്തോടെ ആക്രമിക്കുന്നത് ആശങ്കാജനകമാണ്. സാമൂഹ്യ വിരുദ്ധ നിലപാടാണ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളിൽ നിന്ന് വരുന്നതെന്നും ആർ ബിന്ദു പറഞ്ഞു. ഉമാ തോമസ് വളരെ ആർജവത്തോടെയാണ് പ്രതികരിച്ചത്. ഏത് വനിതാ നേതാക്കൾക്കും അങ്ങനെ തന്നെ ഈ വിഷയത്തോട് പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിൻ്റെ പേരിൽ അവരെ കൂട്ടത്തോടെ സൈബർ ആക്രമണത്തിന് വിധേയമാക്കുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമാണ്. തങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾക്ക് തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് ഏത് തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്തരത്തിലുള്ള അധമമായ ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘമായിട്ട് മാറേണ്ടതുണ്ടോ എന്ന് കോൺഗ്രസ് ചിന്തിക്കട്ടെ, അതിൻ്റെ നേതാക്കൾ ചിന്തിക്കട്ടെ. മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണമാണ് കേട്ടത്. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇത്ര വിശദമായി നമ്മൾ ചർച്ച ചെയ്തത്. ഇനി മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സംഭവിച്ചിട്ട് കുറച്ചു നാളായി. പ്രിയങ്കരൻ അജിത് കുമാർ. ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ അസാധാരണ നടപടിയുമായി സർക്കാർ. ADGPക്കെതിരെ മുൻ സംസ്ഥാന പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് തിരിച്ചയച്ചു. നിലവിലെ പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖറിനോട് പുതിയ അഭിപ്രായം തേടിയാണ് റിപ്പോർട്ട് തിരിച്ചയച്ചത്.
അജിത് കുമാറിനായി ഏതോ അദൃശ്യശക്തി പ്രവർത്തിക്കുന്നുവെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ സംശയം ബലപ്പെടുത്തുന്ന നടപടിയാണ് സർക്കാരിൽ നിന്നുണ്ടായത്. അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്നും നടപടി വേണമെന്നുമുള്ള പോലീസ് മുൻ മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് തിരിച്ചയച്ചു. ഇപ്പോഴത്തെ പോലീസ് മേധാവിയോട് അഭിപ്രായം തേടിയാണ് റിപ്പോർട്ട് തിരിച്ചയച്ചത്. തൃശൂർ പൂരം നടത്തിപ്പിൽ അജിത്തിന് വീഴ്ചയുണ്ടായെന്നും ജോലി ചെയ്യാതെ ഗസ്റ്റ് ഹൗസിൽ പോയി കിടന്നുറങ്ങിയെന്നുമായിരുന്നു റിപ്പോർട്ടിലെ കണ്ടെത്തൽ. റിപ്പോർട്ട് അംഗീകരിച്ച ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. അവിടെ നിന്നാണ് ഫയൽ വീണ്ടും പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുന്നത്. ADGP P. വിജയന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമെന്ന ആരോപണവും വ്യാജമെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിലും അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ദർവേസ് സാഹിബ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ടും പുതിയ പോലീസ് മേധാവിയുടെ പരിശോധനയ്ക്കായി മടക്കിയിരിക്കുകയാണ്. നടപടി ശുപാർശ റവാഡ ചന്ദ്രശേഖർ പിൻവലിച്ചാൽ ആ പഴുതുപയോഗിച്ച് വിശ്വസ്തനെ രക്ഷിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. ന്യൂസ് 18 തിരുവനന്തപുരം. അജിത് കുമാറിനെതിരായ DGPയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്ര വലിയ അസ്വസ്ഥതയെന്നായിരുന്നു K. മുരളീധരന്റെ പ്രതികരണം. റിപ്പോർട്ട് മടക്കിയത് ദൗർഭാഗ്യകരമായ നടപടിയാണ്. ഇതിനെതിരെ പ്രതിപക്ഷം ശക്തമായി പ്രതികരിക്കുമെന്നും K. മുരളീധരൻ പറഞ്ഞു. അതുണ്ടെങ്കിൽ അത് അത്യന്തം ഗുരുതരാണ്. കാരണം ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രശ്നം ഇങ്ങനെ കത്തി നിൽക്കുന്നതിൻ്റെ ഇടയിൽ സ്വന്തം കാര്യം ഒപ്പിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇപ്പോൾ പൂരം കലക്കിയ സംഭവം പുറത്തു വരുന്നതിൽ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഇത്ര അസ്വസ്ഥത? അപ്പോൾ കള്ളവോട്ടും അതിനു പുറമെ സർക്കാരിൻ്റെ ഒരു കൈത്താങ്ങും സുരേഷ് ഗോപിയുടെ വിജയത്തിന് സഹായകമായി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് വളരെ ദൗർഭാഗ്യകരമാണ് ഈ നടപടി. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ശക്തമായി തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരായി ശക്തമായി ഞങ്ങൾ പ്രതികരിക്കും. അതുകൊണ്ട് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. അല്ലെങ്കിൽ വിജിലൻസ് കോടതിയുടെ വിധി പോലെ ഭാവിയിലും വിധികൾ മുഖ്യമന്ത്രിക്കെതിരായിട്ടുണ്ടാവും. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ അദ്ദേഹത്തിനുണ്ടാവും. സ്വപ്നയ്ക്കും PC-ക്കുമെതിരെ കുറ്റപത്രം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനും PC ജോർജിനുമെതിരെ കുറ്റപത്രം. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ചാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്നാണ് കുറ്റപത്രം. KT ജലീൽ നൽകിയ പരാതിയിലായിരുന്നു കേസെടുത്തത്. ധർമ്മസ്ഥലയിൽ അട്ടിമറിയോ? ധർമ്മസ്ഥല കേസിലെ ട്വിസ്റ്റുകൾ അവസാനിക്കുന്നതേയില്ല. ഏറ്റവും ഒടുവിൽ ശുചീകരണ തൊഴിലാളി അറസ്റ്റിലായതുവരെയുള്ള സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞതാണ്. ഇപ്പോൾ SIT അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തുകയാണ് ആക്ഷൻ കമ്മിറ്റി. അന്വേഷണം പ്രതികളിലേക്ക് എത്തുമെന്ന് ഉറപ്പായതോടെ കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്നാണ് ആരോപണം. ശുചീകരണ തൊഴിലാളി മൊഴിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പുതിയ പരാതികൾ വരുന്നത് തടയാൻ ഭീഷണിപ്പെടുത്തുകയാണെന്നും ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുകയാണ്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഈ SIT ടീം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അവരുടെ ജോലി ചെയ്തിട്ടുണ്ട്. അവർ ഓഫീസിൽ നല്ല രീതിയിൽ അതെങ്ങനെയാണെങ്കിലും ആവും. ഇത് നിർത്തിയേ പറ്റുള്ളൂ. ഈ ഒരു ചിന്തയിൽ ഇത്ര ഫൈറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വലിയ വ്യക്തികളെന്ന് പറഞ്ഞവരൊക്കെ NIക്ക് എന്താ കൊടുക്കുമെന്ന് പറയുന്നത്? ഇവർ പോരെ, ഇവരെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ? സത്യാസത്യം പുറത്തു വരുമെന്നറിയാം. നാളെ ഇവർ കുരുക്കാമെന്നറിയാം. ഇതും കൊണ്ട് ഇത്ര കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമല്ല ഇപ്പം പത്മലത്ത കേസ് സത്യം അറിയാം ആരാന്ന്? ഈ പ്രഭവത്തിന് അനിയൻ തന്നെയാണ്. ഇവരെല്ലാം കൂടിയാ ഈ ആനമുഖത്ത് നിന്ന് 2 പേരെ കൊന്നത്, തലേലും മറ്റേ കല്ലിട്ട് തോടുന്നത് ആ ചേട്ടനെ അനിയനെ. ഇതിലും അറിയാം ആരാന്ന്? സത്യം അറിയാം. ആരാ കൊന്നതെന്നും അറിയാം. ഇപ്പോൾ ഓരോരുത്തരും പിടിച്ചാലറിയാം. ഇപ്പം ഞാൻ കൊടുത്ത കേസിനകത്തും അറിയാം ഇതിനകത്ത് ആരാ കൊള്ളതെന്ന്. അതും പിടിച്ചാലറിയാം. വേദവല്ലി എന്ന് പറഞ്ഞാൽ അവരും കംപ്ലയിൻറ്റ് കൊടുക്കാൻ വന്നിട്ടുണ്ട്. അവരോട് അതിലും അറിയാം. ഇതെല്ലാത്തിലായിട്ട് കിട്ടുവീഴുന്നു 100 പറഞ്ഞ് ഉറപ്പിച്ചത്. അവിടെ കൊല ചെയ്തിട്ടുണ്ട്, റേപ്പ് മർഡർ ചെയ്തിട്ടുണ്ട്, പാവപ്പെട്ടവരെ ഭൂമിയെല്ലാം നിന്നിട്ടുണ്ട്. ഈ പുള്ളിൻ്റെ വായിന്ന് വരുന്ന വാക്കുകൾ അങ്ങനെ അത്ര കേൾക്കാൻ പായാത്ത വാക്കുകളാണ്. ഞാൻ പറയാം ഇതെല്ലാം നടന്ന സംഭവമാണ്. ഈ വരുന്നവരെ പറഞ്ഞത് ഞാൻ പറയുന്ന കള്ളമ ഇങ്ങനെയൊന്നും നടന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരു തേങ്ങ അടിക്കാൻ പറഞ്ഞ ഒരു മനുഷ്യൻ ചെയ്യുന്നില്ല. എന്നുകൊണ്ട് ഞാനത്ര ധൈര്യമായിട്ട് പറയുമ്പോൾ അവർക്ക് എടുക്കാമല്ലോ. അത് ഇന്നും കൂടെ എടുക്കുന്നില്ല.
സത്യം ഇന്നല്ല നാളെ. ഇവർ എത്ര കാശുണ്ടെങ്കിലും എത്ര പ്രഭാവി വ്യക്തികളാണെന്ന് ഞാൻ പറയാം, ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്ത് വന്നേ വരൂ. ആക്ഷൻ കമ്മിറ്റി അംഗത്തിന്റെ വാക്കുകളാണ് കേട്ടത്. എന്താണ് ധർമ്മസ്ഥലയിൽ ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം? കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മൊഴി വിശ്വാസയോഗ്യമല്ലാത്തതിനാൽ, മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഉള്ളതിനാൽ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു എന്നായിരുന്നു അന്വേഷണ സംഘം പറഞ്ഞിരുന്നത്. എന്താണ് ധർമ്മസ്ഥലയിൽ സംഭവിക്കുന്നത്? എന്താണ് ഇവരുടെ ആരോപണങ്ങൾ? KV ബൈജു വിശദീകരിക്കും. പണവും സ്വാധീനവും ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ധർമ്മസ്ഥലയിൽ നടന്നത് തികച്ചും സത്യസന്ധമായ കാര്യമാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ആക്ഷൻ കമ്മിറ്റി പിന്നോട്ടില്ല. സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുമെന്നാണ് ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള വ്യാജ പ്രചരണം ധർമ്മസ്ഥലയിൽ നടക്കുന്നു. അതായത് ക്ഷേത്രത്തെ തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നു എന്നാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള പ്രചരണം നടക്കുന്നത്. ഇത് തെറ്റാണ്. ക്ഷേത്രത്തെ ഏതെങ്കിലും തരത്തിൽ തകർക്കാൻ തങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന് ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ശുചീകരണ തൊഴിലാളി ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിലാണ്. ഇയാളെ വിശദമായി ഇപ്പോൾ SIT ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് NIA അന്വേഷണം ആവശ്യപ്പെട്ട് ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് BJPയിലെ ചില ആളുകളും അതോടൊപ്പം ചില ഹൈന്ദവ സംഘടനകളുമാണ് ഇത്തരത്തിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും ഇത് കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നു. പണവും ഇത്തരത്തിൽ സ്വാധീനവും ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ ഈ കേസ് ഇല്ലാതാക്കാൻ സാധിക്കില്ല. തങ്ങൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു തരത്തിലും പിന്നോട്ടില്ല. ഇതിൽ ഭയപ്പെടുത്തി ആളുകളെ പിന്നോട്ടാക്കാനാണ് പലരും ശ്രമിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ നീക്കങ്ങൾ നടപ്പിലാവില്ല. അത് തീർച്ചയായും തങ്ങൾ ഈ വിഷയവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. എന്തായാലും ഇതിനിടയിലാണ് ക്ഷേത്രത്തെ തകർക്കാൻ വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന ഒരു വാദവുമായി വലിയൊരു വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. എന്തായാലും ഇരു വിഭാഗങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നു. അപ്പോഴും SITയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലവും ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ഈ SITയുടെ തീരുമാനം അതായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനം. വരും ദിവസങ്ങളിൽ SITയുടെ ഭാഗത്തു നിന്നും ഇത്തരം സ്ഥിരീകരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ധർമ്മസ്ഥലയിൽ നിന്നും KV ബൈജു, ന്യൂസ് 18. കഴിഞ്ഞ ദിവസം കേരള മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച മറ്റൊരു വാർത്തയായിരുന്നു കോഴിക്കോട് രാമനാട്ടുകരയിൽ ബംഗാൾ സ്വദേശിയായ 15-കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയത്. ആ കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു. മലപ്പുറം കോട്ടക്കൽ പൂക്കിപ്പറമ്പ് സ്വദേശി വള്ളിക്കാട്ട് റിയാസാണ് പിടിയിലായത്. മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പടന്നക്കാട് പീഡനക്കേസ് നമ്മളെയൊക്കെ ഞെട്ടിച്ചതാണ്. പത്ത് വയസ്സുകാരിയെ പീഡിപ്പിച്ച ആ കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം, പ്രതി മരണം വരെ ജയിലിൽ കഴിയണമെന്ന് കോടതി വിധിച്ചു. കുടക് സ്വദേശി സലീം എന്ന സൽമാനെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. വിശദാംശങ്ങൾ KV ബൈജു തന്നെ നൽകും. പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ ചുമന്ന് പാടത്ത് കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ സുപ്രധാന വിധി വന്നിരിക്കുന്നത്. ഈ കേസിൽ പ്രതിക്ക് മരണം വരെ ജയിലിൽ കഴിയാനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തം, അതായത് മരണം വരെ ജയിലിൽ കഴിയണമെന്ന ഒരു ശിക്ഷയാണ് ഇപ്പോൾ ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് കോടതി വിധിച്ചിരിക്കുന്നത്. എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിധി എന്നതും ശ്രദ്ധേയമാണ്. ഇത് കൂടാതെ ഇയാൾക്ക് 6 മാസം അധിക തടവും അനുഭവിക്കണമെന്ന ഒരു വിധി കൂടി ഇതിൽ പറയുന്നുണ്ട്. അത് അനുഭവിച്ചില്ലെങ്കിൽ 2,71,000 രൂപ പിഴയടക്കാനും കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 2024 മെയ് 15-നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. പടന്നക്കാട് ഇത്തരത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ, 10 വയസ്സുകാരിയായ പെൺകുട്ടിയെ ചുമന്ന് പാടത്തേക്ക് കൊണ്ടുപോവുകയും അതിക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ്. അതിനുശേഷം കുട്ടിയുടെ കാതിലുണ്ടായിരുന്ന കമ്മൽ ഇയാൾ മോഷ്ടിക്കുകയും കൂത്തുപറമ്പിലെ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തുകയും ചെയ്യുകയായിരുന്നു. ആ കേസിൽ, ആ സംഭവത്തിൽ ഇയാളുടെ സഹോദരി കൂടി ഇതിൽ പ്രതിയായിരുന്നു. സഹോദരിക്ക് ഇന്ന് കോടതി പിരിയും വരെ തടവിനാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അതോടൊപ്പം 1000 രൂപ പിഴയടക്കാനും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു കേസിലാണ് ഇത്തരത്തിൽ ഒരു വിധി വന്നിരിക്കുന്നത്. എന്തായാലും ജീവപര്യന്തം ശിക്ഷയാണ്, ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചിട്ടുള്ളത്. ഇയാൾക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. അതേതായാലും കോടതി അംഗീകരിച്ചില്ല. ഈ കേസിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്നാണ് ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തില്ലെങ്കിലും പോക്സോ ആക്ടിൻ്റെ 5M61 പ്രകാരം ഈ കേസിൽ ജീവപര്യന്തം തടവ്, ജീവിതാവസാനം വരെ തടവ് അനുഭവിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 374 കടത്തിക്കൊണ്ടുപോയ ആ കുറ്റത്തിന് ജീവപര്യന്തം, അങ്ങനെ 2 ജീവപര്യന്തം കൊടുത്തിട്ടുണ്ട്. ഒരു ജീവപര്യന്തം
ജീവിതാവസാനം വരെ തടവ് അനുഭവിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ മറ്റ് വിവിധ വകുപ്പുകളിൽ പ്രകാരം 35 കൊല്ലത്തോളം തടവ് ശിക്ഷ വേറെയും കൊടുത്തിട്ടുണ്ട്. 38 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു എന്നതാണ് ഈ കേസിലെ ഏറ്റവും പ്രത്യേകത. അതുകൂടാതെ 1.5 വർഷത്തിനുള്ളിൽ തന്നെ ഇതിൽ വിധിയും വന്നിരിക്കുന്നു. ഈ കേസിലെ പ്രതിയായ കുടക് സ്വദേശിയായ സലീം എന്ന സൽമാനി മറ്റൊരു ഇത്തരത്തിലുള്ള പോക്സോ കേസ് കൂടി ഇപ്പോൾ നിലവിലുണ്ട്. അത് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഇത്തരത്തിൽ 10ാം ക്ലാസ്സുകാരിയെ ആദൂർ വനത്തിൽ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ചു വന്ന ഒരു കേസാണ്. ആ കേസിൽ ഇയാൾ വിചാരണ നേരിടുന്നുണ്ട്. എന്നാലും ഈ കേസിൽ കൂടി ഈ വിധി ഇനി വരാനിരിക്കുകയാണ്. ഇപ്പോൾ ഇയാൾക്ക് മരണം വരെ ജയിലിൽ കഴിയാനുള്ള ശിക്ഷ ഓസ്തൂർ കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നതും. KV ബൈജു, News 18, കാസർഗോഡ്. റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി മറ്റന്നാൾ വിധി പ്രഖ്യാപിക്കും. ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ഉഭയസമ്മതപ്രകാരമാണ് ബന്ധമെന്ന് വേടന്റെ അഭിഭാഷകൻ വാദിച്ചു. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തെ ബലാത്സംഗമായി ചിത്രീകരിക്കരുതെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഹൈദരാബാദിലുള്ള ഒരു പെൺകുട്ടിയെ കൂടി വേടൻ പീഡിപ്പിച്ചതായി ഇരയുടെ അഭിഭാഷക വാദിച്ചു. പോക്സോ കേസ് അടക്കം നിലവിലുണ്ടെന്നും ആരോപിച്ചു. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണിപ്പോൾ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ. കണ്ണൂർ കല്യാട്ട് മോഷണം നടന്ന വീട്ടിലെ യുവതി ദർശിതയെ കൊന്നത് അതിക്രൂരമായെന്ന റിപ്പോർട്ട്. വായിൽ സ്ഫോടക വസ്തു തിരികെ പൊട്ടിച്ചായിരുന്നു കൊലപാതകം. ക്വാറികളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഡിറ്റനേറ്ററാണ് ഉപയോഗിച്ചതെന്നാണ് സൂചന. കർണാടക സാലിഗ്രാമത്തിലെ ലോഡ്ജിലാണ് ഈ മോഷണം പോയ വീട്ടിലെ മരുമകളായ ദർശിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ സുഹൃത്ത് സിദ്ധരാജു കർണാടക പോലീസിന്റെ പിടിയിലായി. ദർശിതയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയുമാണ് കാണാതായത്. ഇതേ ദിവസം ദർശിത വീട് പൂട്ടി കർണാടകയിലേക്ക് പോയിരുന്നു. സ്വർണവും പണവും കവർന്നതിന് പിന്നിൽ ദർശിതയും സുഹൃത്തുമെന്നാണ് പോലീസിന്റെ സംശയം. ഇനി ഒരല്പം മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ്. ചേർത്തലയിൽ 75 വയസ്സായ ഒരു അച്ഛനോട് മകൻ കാണിക്കുന്ന ക്രൂരതയുടെ ദൃശ്യങ്ങൾ. ചേർത്തല പുതിയകാവ് സ്വദേശി ചന്ദ്രനാണ് മർദ്ദനമേറ്റത്. മകൻ അഖിൽ മദ്യലഹരിയിൽ ആക്രമിക്കുകയായിരുന്നു. ഞാൻ വിട്ടേ ഈ പ്രശ്നം ഞാൻ വിട്ടേ ഞാൻ വിടും 75 വയസ്സുള്ള ഒരു വയോധികനോടാണ് ആ കാണിക്കുന്ന കയ്യൂക്ക് എന്ന് ആലോചിക്കണം. അതുകൊണ്ട് തന്നെ അത് വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. പട്നയിൽ 2 പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ദുരൂഹ മരണത്തെ തുടർന്നുള്ള പ്രതിഷേധം അക്രമാസക്തമായി. പാടലിപുത്ര പോലീസ് സ്റ്റേഷൻ പ്രദേശത്ത് അടൽപാതയിൽ കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ജനക്കൂട്ടം പോലീസിന് നേരെ കല്ലെറിയുകയും നിരവധി വാഹനങ്ങളുടെ ചില്ലുകൾ തകർക്കുകയും റോഡിൽ തീയിടുകയും ചെയ്തു. വിവരങ്ങളുമായി മനു ഭരത് ചേർന്നു. മനു, പാടലിപുത്രയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്താണ് പശ്ചാത്തലം? പാടലിപുത്രയിൽ വലിയ പ്രതിഷേധം തുടരുകയാണ്. പോലീസ് അവിടെ വലിയ തോതിൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. അട്ടൽ 10-ലാണ് ഇപ്പോൾ സംഘർഷം വൈകുന്നേരത്തോടെ പൊട്ടിപ്പുറപ്പെട്ടത്. ഓഗസ്റ്റ് 15-ന് 2 കുട്ടികൾ അവിടെ മരിച്ച നിലയിൽ ഒരു വാഹനത്തിന് കാറിനകത്ത് കണ്ടെത്തിയൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ചെറിയ കുട്ടികളാണ്, 5ഉം 7ഉം വയസ്സുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇവരുടെ മരണം ഒരു കൊലപാതകമാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ബന്ധുക്കളും അതുപോലെ നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പാടലിപുത്ര പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ഇവർ പ്രതിഷേധം നടത്തിയത്. പോലീസിനെതിരെ ആദ്യം മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ആ പ്രതിഷേധം വലിയ സംഘർഷത്തിലേക്ക് നീങ്ങി. വാഹനങ്ങൾ പ്രതിഷേധക്കാർ കത്തിച്ചു, ബൈക്കുകൾ കത്തിച്ചു. അതുകൂടാതെ ഒരു കാറും അവിടെ അഗ്നിക്ക് ഇരയാക്കി. തുടർന്ന് പോലീസ്
ലാത്തിച്ചാർജ് നടത്തുകയും വെടിയുതിർക്കുകയും ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വലിയ സേനയെ പോലീസ് പ്രദേശത്തേക്ക് വിന്യസിച്ചു. IG ജിതേന്ദ്ര റാണയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ അവിടെ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനുള്ള ശ്രമം നടത്തുന്നത്. ഒപ്പം പാറ്റ്ന സെൻട്രലിന്റെ SP ദീക്ഷയുടെ നേതൃത്വത്തിലുള്ള സേനയും അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ശക്തമായ ഒരു നീക്കമാണ് നടക്കുന്നത്. ഏതായാലും BJP ഒരു കാര്യം നേതാക്കൾ വ്യക്തമാക്കുന്നത്, നിതീഷ് കുമാർ സർക്കാരിന് കീഴിൽ ഒരു കൃത്യമായ നിയമ സംവിധാനം ഉണ്ടാകും, അതുകൊണ്ട് കാര്യക്ഷമമായ ഒരു അന്വേഷണം ഉണ്ടാകും എന്ന് BJP നേതാക്കൾ വ്യക്തമാക്കുന്നു. പക്ഷേ ജനക്കൂട്ടം ഇത് ആദ്യഘട്ടത്തിൽ അംഗീകരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് വലിയ സംഘർഷങ്ങളിലേക്ക് കാര്യം നീങ്ങുകയായിരുന്നു. നേരത്തെ തന്നെ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഈ കുറ്റവാളികളെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ നാട്ടുകാരും അതുപോലെ ഈ കുടുംബാംഗങ്ങളുമൊക്കെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അത് കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമാണ്. മനു ഭർത്താണ് വിവരങ്ങൾ നൽകിയത്. മോദിയുടെ ബിരുദം രഹസ്യം തന്നെ. പ്രധാനമന്ത്രിയുടെ ബിരുദം സംബന്ധിച്ച വിശദാംശങ്ങൾ വെളിപ്പെടുത്തണമെന്ന ഉത്തരവ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കി. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നൽകിയ ഉത്തരവാണ് കോടതി തള്ളിയത്. ഡൽഹി സർവകലാശാല സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് വിധി. 1978 BA പരീക്ഷ പാസ്സായ എല്ലാ വിദ്യാർത്ഥികളുടെയും രേഖകൾ പരിശോധിക്കാൻ നീരജ് എന്നയാളാണ് വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചത്. പൊതു താൽപര്യമില്ലാത്ത വെറും ജിജ്ഞാസയ്ക്ക് വേണ്ടിയുള്ള വിവരാവകാശ അപേക്ഷ ന്യായീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു സർവകലാശാലയുടെ നിലപാട്. പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് പൊതുജന നന്മയ്ക്ക് ഉപകരിക്കുമെന്ന എതിർഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. അയ്യപ്പ സംഗമത്തിൽ വാക്പോരം. ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിയാൽ തമിഴ്നാട് മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും തടയുമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും തടയും. ശബരിമലയെ തകർക്കാനുള്ള തീരുമാനത്തിന്റെ ആവർത്തനമാണിപ്പോൾ നടക്കുന്നത്. ഹിന്ദു വിശ്വാസത്തെ പരസ്യമായി അവഹേളിച്ച നേതാക്കളാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും. വിശ്വാസികളോട് ഇവർ പരസ്യമായി മാപ്പ് ചോദിക്കണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ഇതിനുള്ള മറുപടിയാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗ്. അത് കാണാം. BJPയുടെ വെല്ലുവിളിക്കുള്ള മന്ത്രി V ശിവൻകുട്ടിയുടെ മറുപടി. ആഗോള അയ്യപ്പ സംഗമത്തിന് വരുന്ന സ്റ്റാലിനെയും ഉദയനിധിയെയും രാജീവ് ചന്ദ്രശേഖർ തടയുമെന്നത് സ്വപ്നം മാത്രമെന്ന് ശിവൻകുട്ടി. കേരളത്തെക്കുറിച്ച് ഒരു ചുക്കും രാജീവ് ചന്ദ്രശേഖറിന് അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖർ സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നം കാണുമെങ്കിൽ മാത്രമേ ഇത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിൽ ഉള്ള ഒരു മനസ്സിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. കേരളത്തെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖരന് യഥാർത്ഥത്തിൽ ഒരു ചുക്കും അറിയില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ അയ്യപ്പ സംഗമത്തിനായി കേരളത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ സംരക്ഷണവും കൊടുക്കാനുള്ള ധൈര്യവും ശേഷിയും ഉള്ള മുഖ്യമന്ത്രി തന്നെയാണ് കേരളം ഭരിക്കുന്നത്. അതിനൊന്നും ഒരു ഉത്കണ്ഠയും ചന്ദ്രശേഖരൻ പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ഓർമ്മിക്കാതെ പറഞ്ഞ ഒരു പാഴ്വാക്കാറ്റ് മാത്രമേ കൂട്ടത്തിന് വേണ്ടി കഴിയുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഒരു കലാപം, ശബരിമല മുമ്പ് ശബരിമലയിൽ ഉണ്ടായതുപോലെ ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കലാപം ഉണ്ടാക്കി അതിൽ നിന്നും വല്ല മുതലെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നായിരിക്കും ഒരു വിഷയം നോക്കുന്നത്. ഇനി മുകളിൽ ഒരാളുണ്ട്, കാണാം. തിരുവനന്തപുരം ചാലയിലെ പാത്രക്കടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. അവിടെ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഈ പ്രതിയെ പിടികൂടാൻ സഹായകമായത്. MRT മെറ്റൽസിൽ കവർച്ച നടത്തിയ കരുമഠം സ്വദേശി ഇർഷാദാണ് ഫോർട്ട് പോലീസിന്റെ പിടിയിലായത്. ഇനി വൈറൽ കട്ട്. ഗാസയിൽ നിന്ന് ഈ അടുത്ത് വരുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ണീരിൽ കുതിർന്നതാണ്. അത്തരം ദൃശ്യങ്ങളല്ലാതെ നമ്മൾ കണ്ടിട്ടേയില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഗാസൻ ദൃശ്യമാണ് ഇന്ന് വൈറൽ കട്ടിലുള്ളത്. ഭക്ഷണ വിതരണത്തിനിടെ താഴെ വീണ പാരഷൂട്ടിന് മുകളിൽ കയറി അവിടുത്തെ കുട്ടികൾ ഡാൻസ് ചെയ്യുന്ന കാഴ്ച.
യുദ്ധക്കെടുതിയിൽ ബാല്യം നഷ്ടമായ കുട്ടികൾ അല്പനേരത്തേക്കെങ്കിലും ആഹ്ലാദിക്കുന്ന ഈ ദൃശ്യം നമുക്ക് സന്തോഷത്തോടെ കാണാം. يلا عالي هيك حركوا يلا يا اولاد حرك 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 ابراهيم حرك വലിയ സങ്കടങ്ങൾക്കിടയിലും ചെറിയ സന്തോഷം തരുന്ന ഈ കാഴ്ചയോടെ അവസാനിപ്പിക്കാമെന്ന് കരുതിയതാണ്. അപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചു എന്ന പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. വിശദാംശങ്ങൾക്ക് നമുക്ക് പിന്നീട് പോകാം. ന്യൂസ് at 9 പൂർണ്ണമാവുന്നു. ഇനി പോലീസ് പെട്രോൾ കാണാം. ടോം കുര്യാക്കോസ് ചേരും.